ഹലോ ഫ്രണ്ട്സ്, മൈ ഡിയറസ്റ്റ് നെമിസിസ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഈ കിസ്സിങ് സീൻ ആലോചിച്ച് എണീക്കുന്ന സുജോങ് ആണെങ്കിൽ എന്നാലും അവൻ എന്തിനായിരിക്കും എന്നെ കിസ് ചെയ്തത്, എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇവിടെ ആലോചിക്കുന്നത് നേരത്തെ ഇവൻ തന്നെ ഒരു ഡ്രസ്സ് ഇവൾക്ക് പർച്ചേസ് ചെയ്ത് കൊടുത്തതും അത് തിരിച്ചു തരേണ്ട പ്രിറ്റി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞതും അതുപോലെ ഷൂസിൻ്റെ ലേസ് കെട്ടിക്കൊടുത്തത് ഇതൊക്കെ ആലോചിക്കുന്ന ഇവളാണെങ്കിൽ ഇനി അയാൾക്ക് എന്നോടെങ്ങാൻ ഇഷ്ടമുണ്ടായിരിക്കും അപ്പോഴും കിസ് ചെയ്യാൻ പാടൂ, അത് ശരിയല്ലല്ലോ എന്ന് പറയുന്ന ഇവളാണെങ്കിലും എന്നാലും എന്ന് മുതലായിരിക്കും ഇഷ്ടം തുടങ്ങിയെന്നൊക്കെയാണ് കേട്ടോ ആലോചിക്കുന്നത്. ഉറക്കം കിട്ടാത്തത് കൊണ്ട് തന്നെ നേരത്തെ ഇവൾ എണീക്കുന്ന ടൈമിൽ പുറത്ത് ഇവൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് കാണുന്നത്. ഇതെന്ത് പറ്റി, ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്ന ഇവളാണെങ്കിലും മനസ്സിൽ പറയുന്നത് എങ്ങനെ ഉറങ്ങാൻ പറ്റും, അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നടന്നതെന്നായിരിക്കും കേട്ടോ. എനിക്കിങ്ങനെ സ്ഥലം മാറിക്കിടന്ന ഉറക്കം ശരിയാവില്ലെന്ന് പറയുന്ന ഇവനാണെങ്കിൽ താൻ എന്താ ഇത്ര നേരത്തെ എണീക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് പിന്നെ ഞാൻ നന്നായിട്ട് ഉറങ്ങി കേട്ടോ, ഉറക്കത്തിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല, പിന്നെ ഞാൻ നേരത്തെ എണീക്കാറുണ്ട്, ഈ പ്രൊഡക്റ്റീവ് ഡേ ആക്കാനാണെന്നൊക്കെ പറയുന്നതും ഇവനാണെങ്കിൽ ഇവിടെ അടുത്തൊരു നല്ല സ്ഥലമുണ്ട് അങ്ങോട്ട് പോയാലെന്ന് ചോദിക്കുമ്പോൾ പിന്നെ എന്താന്ന് പറയുന്നത് ഇവൾ ആലോചിക്കുന്നത് പ്രപ്പോസ് ചെയ്യാനായിരിക്കും എന്നൊക്കെയാണ് കേട്ടോ. ഇവനാണെങ്കിലും ഒരു ചെറിയ കാട്ടിലൂടെയൊക്കെയാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. ആ ടൈമിൽ ഇനി എങ്ങാനും പ്രപ്പോസ് ചെയ്ത് ഞാൻ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ ഓഫീസിൽ വല്ല പ്രശ്നം ഉണ്ടാക്കും, ആകെ മൊത്തം കൺഫ്യൂഷൻ ആയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ആകുന്നതും ഇവളാണെങ്കിൽ പേടിച്ചിട്ട് എനിക്കൊന്ന് ആലോചിക്കണം എന്ന് പറയുമ്പോൾ എന്താലോചിക്കാനെന്ന് ചോദിക്കുന്ന ജിയോങ്ങിനോട് അത് പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നാണ് കേട്ടോ ഇവൾ അവിടെ ചോദിക്കുന്നത്. ഇവനാണെങ്കിലും അവിടെ ഒരു ചെറിയ അരുവി ഉണ്ടായിരിക്കും, അപ്പോൾ ഇവിടുത്തെ വാട്ടർ എന്ന് പറഞ്ഞ് നല്ല പ്യുവർ ആയിരിക്കും എന്ന് പറഞ്ഞ് ഇത് കുടിക്കാൻ വേണ്ടി വന്നതായിരിക്കും കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് ചോദിക്കുന്ന സുജോങ്ങിനോട് എന്താ താൻ വേറെ വലുതും ആലോചിച്ചു എന്നാണ് ഇവൻ തിരിച്ചു ചോദിക്കുന്നത്. എന്താ ആലോചിക്കാൻ എന്ന് പറയുന്ന ഇവളാണെങ്കിൽ ഇങ്ങനെ ധൃതി കൂട്ടരുതെന്നാണ് കേട്ടോ മനസ്സിൽ വിചാരിക്കുന്നത്. ഇവളാണെങ്കിലും ഇങ്ങനെ റഷ് ആകുന്ന ടൈമിൽ പെട്ടെന്ന് വീഴാൻ പോകുന്നതും ഇവനാണെങ്കിൽ കറക്റ്റ് ഇവിടെ പിടിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ക്ലോസ് ആയി നിൽക്കുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ഇവൻ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് രണ്ടുപേരും അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഗ്രാൻഡ്മയാണെങ്കിൽ വർക്കേഴ്സായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിലും അതൊക്കെ മതിയെന്ന് പറയുമ്പോൾ ജുയോങ് ആണെങ്കിൽ ഇവൻ ഒരുമാതിരി ഓണറിനെ പോലെ സംസാരിക്കുകയാണ്. അതായത് നിങ്ങൾ എഗ്രി ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ കമ്പനിക്ക് അതൊരു നല്ല നേട്ടമായിരിക്കും എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്ന ഇവളാണെങ്കിൽ നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇവൻ എപ്പോഴും ഇങ്ങനെയാണ്, ഇവൻ്റെ വർത്തമാനം കേട്ടാലേ ഇവനെ ഓണറെന്ന് വിചാരിക്കുമെന്ന് പറയുമ്പോൾ ഗ്രാൻഡ്മയാണെങ്കിൽ അത് പിന്നെ ആ ഒരു കമ്പനി ഓണറിൻ്റെ ഗ്രാൻഡ് സൺ അല്ലേ ഇവൻ, അപ്പോൾ ഇവൻ എന്തായാലും ഓണർ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇത് കേട്ട് ഇവൾ അങ്ങ് ഷോക്കാകുന്നുണ്ട് കേട്ടോ. അതായത് കുറച്ച് മുന്നേ ഇവൻ എല്ലാ സത്യങ്ങളും ഗ്രാൻഡ്മയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് ഗ്രാൻഡ്മയെ ഹെൽപ്പ് ചെയ്യുന്ന ഇവനാണെങ്കിൽ നിങ്ങളിങ്ങനെ വെയിറ്റ് ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് സണ്ണിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞല്ലോ, നല്ലൊരു ലൈഫ് കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രം പോരാ, നന്നായി ഏർണിങ്സും ചെയ്യണം, അതുപോലെ ഒരുപാട് സോഷ്യലി കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഇവനാണെങ്കിൽ ഇവൻ്റെ ഐഡൻറ്റിറ്റി അവിടെ വെളിപ്പെടുത്തുന്ന ടൈമിൽ ഇപ്പോൾ ഇതൊക്കെ പറയാൻ എന്താ കാരണമെന്ന് ചോദിക്കുന്ന ഗ്രാൻഡ്മയോട് നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ പരസ്പരം വിശ്വാസം വേണം, അത് തകരാൻ പാടില്ലെന്ന് പറയുന്ന ഇവനാണെങ്കിലും എൻ്റെ ഗ്രാൻഡ്മ എന്ന് പറഞ്ഞ ആൾ കമ്പനിക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ടുള്ളതാണ്, ഇതുപോലെ ഒരുപാട് സോഷ്യലി വർക്കൊക്കെ ചെയ്യുന്നതാണ്, സോ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നൊക്കെ പറയുന്നതും ഇതൊക്കെ കേട്ടിട്ട് ഗ്രാൻഡ്മയ്ക്ക് അങ്ങ് ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിലും ഇപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ സെറ്റായില്ലേ എന്ന് ഇവൾ പറയുന്നതും പിന്നീട് പോകുന്ന ടൈമിൽ ഇവർക്ക് സമ്മാനമായിട്ട് കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇവളാണെങ്കിലും നിങ്ങൾ ഈ ഓഫർ കൊടുത്തത് നന്നായി, എന്തായാലും ഇങ്ങോട്ട് വരാൻ തോന്നിയത് അടിപൊളിയായി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നീ കാരണമാണ് വന്നതെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ഈ വണ്ടി ബാക്കിലേക്ക് എടുക്കുമ്പോൾ ക്ലോസ് ആയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഇവൾക്കാണെങ്കിൽ എന്തോയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവനാണെങ്കിലും ഇന്നലത്തെ കാര്യമുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും ഇവളാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് നന്നായി വിയർക്കുന്നത് കൊണ്ട് തന്നെ ഗ്ലാസ് ഒക്കെ താഴ്ത്താണ്. അതെ AC ഇട്ടിട്ടുണ്ടെന്ന് ഇവൻ പറയുമ്പോൾ ഞാൻ മറന്നു, കുഴപ്പമില്ല പറഞ്ഞോളൂ ഞാൻ പ്രിപ്പയർഡ് ആണെന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ നന്നായി വർക്ക് ചെയ്തെന്ന് പറയുമ്പോൾ ഇതാണോ പറയാൻ വന്നതെന്ന് ചോദിക്കുന്ന സുജോങ്ങിനോട് അതല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഞാൻ എപ്പോഴും കേൾക്കാറുള്ളൊരു പാട്ടുണ്ട്, അത് ഇട്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ഇട്ടോ എന്നൊക്കെ പറയുന്നതും ഇവനാണെങ്കിൽ ഒരു കുത്ത് പാട്ടായിരിക്കോട്ടെ അവിടെ ഇടുന്നത്. ഇവൾക്കാണെങ്കിലും ഇഷ്ടമൊന്നും ആകുന്നില്ല, എന്നാലും ഇവൻ എപ്പോഴായിരിക്കും ഇത് തുറന്നു പറയാന്നൊക്കെയാണ് ഇവൾ ചിന്തിക്കുന്നത്. പിന്നീട് ഡ്രോപ്പ് ചെയ്യുന്ന ടൈമിൽ ശരി അപ്പോൾ മൺഡേ കാണാമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലെന്ന് ചോദിക്കുന്ന സുജോങ്ങിനോട് ഒരു കാര്യം മറന്നു എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ മിൽക്ക് പ്രൊഡക്റ്റൊക്കെ ഗ്രാൻഡ്മ കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് ഇവൾക്ക് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇതല്ല ഉദ്ദേശിച്ച്, ഇന്നലെ നൈറ്റിൽ നടന്ന കാര്യം അതിനൊരു എക്സ്പ്ലനേഷൻ വേണ്ടെന്ന് ഇവൾ ചോദിക്കുന്ന ടൈമിൽ ഇന്നലെ നൈറ്റിൽ നടന്ന കാര്യമല്ലേ, അതിപ്പോൾ എന്താ ഒരു മിസ്റ്റേക്ക് അല്ലേ, ഈ കുടിച്ചപ്പോൾ സംഭവിച്ചതല്ലേ, അതങ്ങ് മറന്നേക്കാന്ന് പറയുമ്പോൾ ഇവളാകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ. മറന്നേക്കാന്നോ, അത് കൊള്ളാം, ഇതെന്ത് എക്സ്പ്ലനേഷനാ, തനിക്ക് ശരിക്കും വട്ടാണെന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്ന ഇവളാണെങ്കിലും ആകെ ചളിപ്പ് ഫീൽ അടിക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും ഞാൻ നിന്നെ ഒരു മാനായിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുമ്പോൾ ദേഷ്യം വരുന്ന ജുയോങ് ആണെങ്കിൽ ഞാൻ നിന്നോട് അതിന് അങ്ങനെ കാണണമെന്ന് പറഞ്ഞ് യാചിച്ചോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇവളാണെങ്കിലും യാചിച്ചാൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. പിന്നീട് ബ്രഷ് ചെയ്യുന്ന ടൈമിലും മറക്കണത്രേ, ഒരു മിസ്റ്റേക്ക് ആണത്രേ, എന്നാലും അവൻ എങ്ങനെ പറയാൻ തോന്നിയെന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്ന സുജോങ്ങിനെ കാണിക്കുന്നുണ്ട്. ഇവനാണെങ്കിലും വീട്ടിലെത്തുന്ന ടൈമിൽ ഇവളെന്തിനാ എന്നോട് ചൂടായതെന്ന് പറഞ്ഞ് ആലോചിക്കുമ്പോൾ ഈ കിസ്സിങ് സീനൊന്നും ഇവൻ ഓർമ്മയുണ്ടായിരിക്കില്ല കേട്ടോ. അതായത് ഇവർ രണ്ടുപേരും കുടിച്ചു തോറും
ഓർമ്മയുണ്ട്, അതുപോലെ എണീറ്റ് പോയത് ഓർമ്മയുണ്ട്. അല്ല ശരിക്കും ഞാനല്ലേ അവളോട് ചൂടാകേണ്ടത്, ഇതിപ്പോൾ എന്തിനാ അവൾ എന്നോട് ചൂടായി എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ അടിക്കുന്ന ജിയോങ്ങിനെയാണ് കാണിക്കുന്നത്. വീട്ടിലാണെങ്കിലും അച്ഛൻ എന്തോ ഒരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ ഇവളാണെങ്കിൽ ഈ ചുറ്റികയും ആണിയൊക്കെ എടുത്തിട്ട് വാതിലിൻ്റെ മോളങ്ങ് അടിക്കുകയാണ്. അല്ല മോളെ, ആ ഡോറ് കംപ്ലൈൻ്റ് ആണെന്ന് അറിയത്തില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ആരുടെയെങ്കിലും തല കിട്ടിയാൽ അവിടെ ഞാൻ അടിച്ചു കയറ്റും, അതിന് പറ്റത്തില്ലല്ലോ, എന്താ അത് വേണമെന്ന് ചോദിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ പേടിച്ചിട്ട് വേണ്ട മോള് കണ്ടിന്യൂ ചെയ്തു എന്ന് പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടാകുന്നുണ്ട്. പിന്നീട് ഇവൾക്കാണെങ്കിലും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ. കാരണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടും ഇവൻ വളരെ നിസ്സാരമായിട്ടാണല്ലോ ഇവളോട് പ്രതികരിക്കുന്നത്. ഇവളാണെങ്കിൽ ആ നൈറ്റിൽ ഇവനെ വിളിക്കുന്നതും ഇയാൾ ഉറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ എന്താ ഓഫീസിൽ വല്ല പ്രോബ്ലം ഉണ്ടോ എന്നാണ് ജിയോങ് തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഇവളാണെങ്കിലും അല്ല ഇന്നലെ മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞല്ലോ, ആ കാര്യം സംസാരിക്കാൻ വിളിച്ചതാ, ഇയാളൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ഒന്നും തന്നില്ല എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ എന്തോന്ന് എക്സ്പ്ലനേഷൻ, അല്ല ഇയാളല്ലല്ലോ ചൂടാകേണ്ടത്, ഞാൻ ശരിക്കും തന്നോടല്ലേ ചൂടാകേണ്ടത്. കാരണം നമ്മൾ ഒരുമിച്ച് ഡ്രിങ്ക്സ് അടിച്ചു, എന്നിട്ടൊരു കോൾ വന്നപ്പോൾ താൻ അങ്ങ് എണീറ്റ് പോയി, അതിനുശേഷം താൻ തിരിച്ചു വന്നില്ല. ഞാനാണെങ്കിൽ ഫിറ്റായിട്ട് ആ ബെഞ്ചിലാണ് കിടന്നുറങ്ങിയത്, എൻ്റെ ബാക്ക് മൊത്തം പെയിനാണ്, ഫിറ്റായി കിടക്കുന്ന എന്നെ വിളിക്കാനുള്ള ഒരു മര്യാദ പോലും താൻ കാണിച്ചില്ല, എന്നിട്ട് ഇപ്പോൾ എന്നോട് ദേഷ്യപ്പെടുന്നു. ഇത് നല്ല കൂത്തെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് ഇവൾക്ക് ഇവൻ ആ കിസ്സിങ്ങിൻ്റെ കാര്യം തന്നെ ഓർമ്മയില്ല എന്ന് മനസ്സിലാകുന്നത് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നതും അപ്പോൾ അവനൊന്നും ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൾ അവിടെ കിടന്ന് ചീറുന്നുണ്ട് കേട്ടോ. ഇതേ ടൈമിൽ ഇവനാണെങ്കിലും അതായത് ഹാജിനെ വിളിച്ചപ്പോൾ ഇവൻ സംസാരിച്ചിരുന്നു, ഞാൻ അവൻ ഒരിക്കലും ഒരു മാനായിട്ട് കണ്ടിട്ടില്ല എന്ന്. അതിവന് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. അവൾ എന്താ എന്നാലും എന്നൊരു മാനായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞത് അതിന് മാത്രം എനിക്ക് എന്ത് കുറവുള്ളെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ജിയോങ്ങിനെയും കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ജിയോങ് ആണെങ്കിൽ ഈ ജിമ്മിലൊക്കെ പോയി പുഷപ്പ് എടുക്കുമ്പോൾ ഇവൻ്റെ ട്രെയിനർ ആണെങ്കിൽ അത് എണ്ണുന്ന ടൈമിൽ ഇവൻ്റെ മനസ്സിൽ മൊത്തം സുജോങ് ആയിരിക്കും കേട്ടോ. എന്നാലും അവൾ എന്തേനും ഒരു ആണായിട്ട് കരുതാത്തെന്നൊക്കെ പറഞ്ഞ് ഇവൻ ആലോചിക്കുന്നതും പിന്നീട് കുളിക്കുന്ന ടൈമിൽ മിററിൽ നോക്കിയിട്ട് സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുന്ന ജുയോങ് ആണെങ്കിൽ എനിക്ക് എന്ത് കുറവുള്ളേ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് ഓഫീസിലേക്ക് എത്തുന്ന ടൈമിൽ ഇവൻ്റെ ചീഫ് ലേഡിയോടാണെങ്കിൽ അല്ല നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ കണ്ടുമുട്ടിയത് മുന്നത്തെ കമ്പനിയിൽ വെച്ചായിരുന്നു അല്ലേ, നിങ്ങൾ ഒരുമിച്ചായിരുന്നു അല്ലേ വർക്ക് ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചീഫ് ലേഡി ആദ്യം ഒന്ന് ഷോക്കാകുന്നുണ്ട് കേട്ടോ. ഇവൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടിട്ടാണ് ഒന്നുകൂടി ഷോക്കാവുക. അതായത് നിങ്ങൾ എപ്പോഴാണ് ആളെന്നെ ഒരു മാനായിട്ട് കരുതിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾ ആകെ ഞെട്ടാണ്. കാരണം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ലല്ലോ. അത് പിന്നെ ആൾ നന്നായിട്ട് വർക്ക് ചെയ്യായിരുന്നു എന്ന് പറയുമ്പോൾ അത് ഞാനും ചെയ്യുന്നുണ്ടെന്ന് ഇവൻ പറയുകയാണ്. ചീഫ് ലേഡി ആണെങ്കിലും ആൾ നല്ല സ്വഭാവമായിരുന്നു, നല്ല രീതിയിൽ പെരുമാറുമെന്ന് പറയുമ്പോൾ അതും കുഴപ്പമില്ല എന്ന് ഇവൻ പറയുന്നതും പിന്നെ ആൾ നന്നായിട്ട് ലീഡർഷിപ്പൊക്കെ ഉള്ള ഒരാളാണെന്ന് പറയുമ്പോൾ അതും പെർഫെക്റ്റ് എന്ന് ഇവൻ അവിടെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ചീഫ് ലേഡി ആണെങ്കിൽ അല്ല ഇതുപോലത്തെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ലല്ലോ, ഇതെന്താ പറ്റി ലാസ്റ്റ് വീക്കിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ എന്ത് സംഭവിക്കാൻ, ഒന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ എൻ്റെ കൂടെ നടക്കുന്ന ആളല്ലേ, അപ്പോൾ നിങ്ങളെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് പോകുമ്പോൾ ആ ഞെട്ടൽ ചീഫ് ലേഡിക്ക് മാറിയിട്ടുണ്ടാവില്ല. നെക്സ്റ്റ് സീനിൽ ജിയോങ് ഇവരുടെ തന്നെ ഷോപ്പിംഗ് മാളിലേക്ക് ഇൻസ്പെക്ഷന് വേണ്ടി വരുന്നതും സ്റ്റാഫ്സ് മൊത്തം ഇവൻ്റെ പിന്നാലെ ഉണ്ടായിരിക്കും. ഇവനാണെങ്കിലും ഈ ചീഫ് ലേഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതും അവിടെയുള്ള ഒരു മിററിൽ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്ന ടൈമിൽ തൊട്ട് പിന്നിലുള്ള സ്റ്റാഫ്സിനൊക്കെ ആകെ കൺഫ്യൂസ്ഡ് അടിക്കുകയാണ് കേട്ടോ. ഇവനാണെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കണം എന്ന് പറയുമ്പോൾ പലർക്കും ചിരിയാണ് വരുന്നത്. അതിനുശേഷം ഇവിടുത്തെ അപ്ഡേറ്റ്സ് ഒക്കെ ചോദിക്കുമ്പോൾ ഒരു മെയിൻ ലേഡി ഉണ്ടല്ലോ, ആളായിരിക്കും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ഐഡിയ എങ്ങനെ തോന്നുന്നു എന്ന് സുജോങ്ങിനോട് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ഇവളോട് ഫുഡ് കഴിച്ചായിരുന്നോ, എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള ഇവരുടെ തന്നെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത്. എന്തായാലും ഇന്നത്തെ ട്രീറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു എന്ന് പറയുന്നതും എല്ലാവരും അങ്ങ് ഹാപ്പി ആകുന്നുണ്ട്. ഇവനാണെങ്കിൽ സുജോങ്ങിനോട് ഇത് ഇവിടുത്തെ മെയിൻ ഡിഷാണ്, ട്രൈ ചെയ്ത് നോക്കി നോക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഫുഡ് എടുക്കുന്ന കുറച്ച് സ്റ്റാഫ് ആണെങ്കിൽ കണ്ടില്ലേ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹോട്ടലിൽ വന്നിട്ട് ട്രീറ്റ് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ട റൂമേഴ്സ് ഒക്കെ സത്യമാണ്, അതായത് ചെയർവുമണിൻ്റെ ഗ്രാൻഡ് സൺ തന്നെയാണ് നമ്മുടെ ബോസ് എന്നൊക്കെ പറയുന്നതും എന്തായാലും ആൾ കൊള്ളാലെ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പൊക്കി അടിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ജിയോങ്ങിന് അങ്ങ് സന്തോഷം വരുന്നുണ്ട്. സുജിയോങ് ആണെങ്കിൽ ഫുഡ് കഴിക്കാനിരിക്കുന്ന ടൈമിലാണ് ഇവളുടെ ആ സീനിയർ ലേഡി വരുന്നതും നമ്മുടെ ബോസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ആൾ ഭയങ്കര സെൻസിറ്റീവാണ്, അത് മാത്രമല്ല വർക്ക് ഹോളിക്കാണെന്ന് കരുതിയ സ്ഥലത്ത് ആൾക്ക് ഡേറ്റിംഗ് ചെയ്യാൻ സമയമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, എന്തായാലും ആളെ ഡേറ്റ് ചെയ്യുന്ന പെൺകുട്ടിക്ക് നല്ല ഭാഗ്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നതെന്നാണ് ഇവൾ തിരിച്ച് ചോദിക്കുന്നത്. അല്ല അത്യാഗ്രഹം കൂടിക്കഴിഞ്ഞാൽ ആളുകൾക്ക് വേണ്ടാത്ത പല അതിമോഹങ്ങളും ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യം വരുന്ന സുജോങ് ആണെങ്കിൽ ബോസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഒരു ലവറായിട്ടോ ഹസ്ബൻഡായിട്ടോ കരുതിയിട്ടില്ല, അദ്ദേഹം എൻ്റെ ബോസ് മാത്രമാണെന്ന് പറയുന്നതും കറക്റ്റ്. ഇത് കേട്ടിട്ട് ഇവൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താ ഇവിടെ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്ന ഇവനാണെങ്കിൽ അതെ കാര്യമൊക്കെ കാര്യം, താൻ ഒരു നല്ല പ്ലാനിങ് ലീഡറൊക്കെയാണ്, പക്ഷേ തൻ്റെ ക്രിയേറ്റിവിറ്റി തീരെ പോരാ എന്ന് പറയുമ്പോൾ ഇവൾക്കങ്ങ് ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നാൽ പെട്ടെന്നൊരു
ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇവളപ്പോൾ ഒന്നും പറയുന്നില്ല. അതിനുശേഷം എൻ്റെ ക്രിയേറ്റിവിറ്റി പോരാത്രേ, എന്താ ക്രിയേറ്റിവിറ്റിക്ക് കുഴപ്പം, അല്ല ഇതാരാ പറയുന്നത്, തലേ ദിവസം നടന്ന കാര്യങ്ങൾ ഓർമ്മയില്ലാത്ത ഇയാളോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന സ്വിജോങ്ങിനെയാണ് കാണിക്കുന്നത്. ആ ടൈമിലാണ് കറക്റ്റ് ഹാജിനെ വിളിക്കുന്നതും ഇന്നലെ നൈറ്റിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ലെന്ന് ചോദിക്കുമ്പോൾ എന്ത് പ്രശ്നം, അല്ല ചേച്ചിക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന സ്വിജോങ്ങിനോട്, അല്ല നിൻ്റെ ആ ഒരു ബോസ് ആൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഓ അയാളോ എന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ ജിയോങ്ങിനെ ചീത്ത വിളിക്കുമ്പോൾ ഇത് കേട്ടിട്ട് ആശ്ചര്യം തോന്നുന്ന ഹാജിനിയാണെങ്കിൽ നീ എന്തൊക്കെയാ പറയുന്നേ, നീ തന്നെ എല്ലടി എന്നോട് നേരത്തെ പറഞ്ഞ ആൾ കണ്ണിലുണ്ണിയാണ്, അതാണ് ഇതാണ്, ഇപ്പോൾ എന്താ ഈ പെട്ടെന്നൊരു മാറ്റത്തിന് കാരണമെന്ന് ചോദിക്കുന്ന ഹാജിനിയോട് മനുഷ്യന്മാരല്ലേ അങ്ങനെ മാറും എന്നൊക്കെ ഇവള് പറയുന്നതും ഇവളാണെങ്കിൽ അതേ ഒരു ഡേറ്റിങ്ങിന് നിനക്ക് താല്പര്യമുണ്ട്, ഒരു നല്ല ലോയർ ഉണ്ട്, നിന്നേക്ക് മൂത്ത ആളാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഹാജിന മാർക്കറ്റിൽ അച്ഛൻ്റെയും അമ്മയുടെ കൂടെ ആയിരിക്കും കേട്ടോ. അപ്പം അമ്മയാണെങ്കിൽ ഇവളെ ഫിഷൊക്കെ എടുത്ത് എറിയുന്നുണ്ട് കേട്ടോ. ആദ്യം നീ സ്വന്തം കാര്യം നോക്ക്, നിന്റെ ലൈഫ് ഒന്ന് സെറ്റാക്കുന്നൊക്കെയാണ് പറയുന്നത്. സുജോങ് ആണെങ്കിൽ എന്നാലും ഈ ബ്ലൈൻഡ് ഡേറ്റിങ്ങിനെ പറ്റി ഇപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് പറയുമ്പോൾ ഇത് കേട്ട് വരുന്ന ഇവളുടെ സ്റ്റാഫ് ആണെങ്കിൽ ഡേറ്റിംഗ് ആണോ, ആരാ മാഡാണോ, എത്ര വയസ്സായി, ആരാ കക്ഷി എന്നൊക്കെ ചോദിക്കുന്നതും കറക്റ്റ് ഇത് കേട്ട് അങ്ങോട്ട് വരുന്ന ജിയോങ് ആണെങ്കിൽ ഇവിടെ എന്താ സംസാരിക്കുന്നത്, ആരാ ഡേറ്റിങ്ങിന് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നൈസായിട്ടൊരു കുശുമ്പൊക്കെ തോന്നുന്നുണ്ട്. അല്ല അത് പിന്നെ മാഡമാ പോകുന്നത് ഈ സ്റ്റാഫ് പറയുന്ന ടൈമിൽ താനാണോ പോകുന്നത് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ എന്താ അത് ഇയാളോട് പറയേണ്ട ആവശ്യമുണ്ടോ എന്നാണ് കേട്ടോ തിരിച്ച് ചോദിക്കുന്നത്. ഇതൊക്കെ കാണുന്ന സ്റ്റാഫ് ആണെങ്കിൽ സാറിൻ്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി, ഈ ഡേറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ നല്ല മടിയെത്തിയാകുന്നല്ലേ, പക്ഷേ ആൾ നല്ല വർക്ക് ഹോളിക്കാണ്, ഇത് വർക്കിനൊന്നും ബാധിക്കില്ല അല്ലേ മാഡം എന്നൊക്കെ ചോദിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് ചീഫ് ലേഡി വരുന്നതും ചെയർവുമൺ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിലും പോകുന്നതിന് മുന്നേ എന്നെ മീറ്റ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാണ് അവിടെ നിന്നും പോകുന്നത്. ചെയർവുമൺ ഉടനെ തന്നെ ഇവരുടെ ഗ്രാൻഡ് സൺ ആണെന്ന് പറഞ്ഞിട്ട് ഇവനെ മീഡിയയ്ക്ക് മുന്നിൽ പറയാൻ പോവുകയാണ് കേട്ടോ. സോ ആ ഒരു കാര്യം ഇവനൊട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഇതെന്താ ഇപ്പം ഇങ്ങനെ സ്പീഡപ്പ് ആക്കി എന്ന് ചീഫ് ലേഡിയോട് ചോദിക്കുന്നുണ്ട്. എന്നായാലും തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ പരിചയപ്പെടുത്തേണ്ടതെന്ന് പറയുന്ന ചീഫ് ലേഡി ആണെങ്കിൽ ഈ റിപ്പോർട്ടേഴ്സിനെ വിളിക്കുന്നതിന് മുന്നേ ഇയാളെ പറ്റിയിട്ട് ഇയാളുടെ വർക്കിനെ പറ്റിയിട്ട് മാം എന്നോട് ചോദിച്ചിരുന്നു എന്ന് പറയുന്ന ചീഫ് ലേഡി ആണെങ്കിലും മാഡം ഇത്രയും കാലം ജീവിച്ചത് ഈ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ്, ഈ കമ്പനി ഇങ്ങനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ആളുടെ പിൻഗാമിയായിട്ട് വരുന്ന ആളും ആളുടെ അതേ പ്രിൻസിപ്പിൾ തന്നെ ഫോളോ ചെയ്യണമെന്നേ ആഗ്രഹിക്കുന്നുള്ളൂ, അത് തെറ്റൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ നിങ്ങൾ എന്നിട്ട് എന്നെ പറ്റി എന്താ പറഞ്ഞു കൊടുത്തതെന്നാണ് അവിടെ ചോദിക്കുന്നത്. എന്ത് പറഞ്ഞു കൊടുക്കാൻ, ഞാൻ സത്യം മാത്രമേ പറഞ്ഞുള്ളൂ, അതായത് ആ ഒരു കമ്പനിയിൽ തന്നേക്കാൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന മറ്റാരും ഇല്ല എന്നും താൻ നല്ലൊരു ഹാർഡ് വർക്കർ ആണെന്നൊക്കെ പറയുമ്പോൾ ഇവൻ ഈ ചീഫ് ലേഡിയോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇവൻ്റെ ഫേസ് അത്ര ഹാപ്പി ആയിരിക്കില്ല കേട്ടോ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഓഫീസിൽ തിരിച്ചെത്തുന്ന ഇവനാണെങ്കിൽ ആലോചിക്കുന്നത് സുജോങ് ആയിട്ട് ഉണ്ടായിട്ടുള്ള മുന്നത്തെ കുറേ മൊമെൻറ്റ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവനൊരു കുറ്റബോധം തോന്നുകയാണ്, കാരണം ചീഫ് ലേഡി ഇവനെ പറ്റി നന്നായിയൊക്കെ സംസാരിക്കുമ്പോൾ എവിടെയോ വെച്ചിട്ട് ഇവൻ്റെ കോൺസെൻട്രേഷൻ പോയി എന്ന് ഇവൻ അങ്ങ് തോന്നുകയാണ്. ഞാൻ എൻ്റെ ടൈമൊക്കെ വെറുതെ യൂസ്ലെസ് ആയിട്ട് വേസ്റ്റ് ആക്കി കളയാണ്, ഇനി അത് പറ്റത്തില്ല, കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറയുന്ന ജിയോങ്ങിനെയാണ് കാണിക്കുന്നത്. ഓഫീസിൽ സുജോങ്ങിൻ്റെ ആ ഒരു സ്റ്റാഫാണെങ്കിൽ പണിയൊക്കെ നേരത്തെ കഴിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ് കേട്ടോ. അല്ല മാഡം പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ആ സാറ് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓ നേരത്തെ പിടിച്ചല്ലോ അല്ലേ, അത് ജസ്റ്റ് വർക്കിനൊക്കെ പറ്റിയിട്ട് ടെൻഷൻ അടിച്ചിട്ടായിരിക്കാം, അല്ലാതെ ആൾക്ക് ഇപ്പോൾ മാഡത്തിനോട് സ്നേഹമൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവളാണെങ്കിൽ അതെ അതെ അങ്ങനെയൊക്കെ ആവത്തില്ലല്ലോ എന്ന് പറയുന്ന ഇവളാണെങ്കിലും ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് നൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നു, എന്നിട്ട് തനിക്ക് ക്രഷ് തോന്നുന്ന ആളൊരു ചീറ്ററാണ്, അയാളെ സ്നേഹിക്കരുതെന്നൊക്കെ പറയുന്നു, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉറപ്പല്ലേ ലവ് എന്നിവൻ പറയുന്നതും അതേലേ, അപ്പോൾ ആ പെൺകുട്ടി അയാളോട് ഞാനൊരു മാനായിട്ട് തന്നെ കരുതുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾ ദേഷ്യപ്പെടുന്നു, അതെന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പ് ഇത് ലവ് തന്നെ എന്ന് പറയുന്ന ഇവനോട്. പക്ഷേ ഇവരെ കള്ള കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിസ് ചെയ്തു, എന്നാൽ കിസ്സിനെ പറ്റിയിട്ട് ഇയാൾക്ക് ഓർമ്മയില്ല, അതെന്തായിരിക്കും ഇവൾ ചോദിക്കുന്ന ടൈമിൽ ഈ സ്റ്റാഫാണെങ്കിൽ അല്ല മാഡം ഇത് മാഡത്തിനെ പറ്റിയിട്ടല്ലല്ലോ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നെ പറ്റി അതൊന്നുമല്ല, ഞാനേ ഒരു കോമിക് ബുക്ക് വായിച്ചിരുന്നു, അതിലൊരു ക്യാരക്ടറിൻ്റെ പറ്റിയിട്ടാണ്, അതെനിക്ക് ഭയങ്കര ഡൗട്ടായി എന്നൊക്കെ പറയുന്നതും അല്ല മാഡം എന്താ വല്ല ലൈബ്രറിയും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ചോദിക്കുന്ന ഇവനോട് അതെ അറിയത്തില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി എന്ന് സുജോങ് പറയുമ്പോൾ എൻ്റെ മാഡം ഇത് പക്ക ലവ് തന്നെയാണ്, പിന്നെ ഈ കിസ്സിങ്ങിൻ്റെ കാര്യം അതൊരു അഭിനയല്ലേ, ആൾക്കെല്ലാം ഓർമ്മയുണ്ട്, പക്ഷേ ഒരു നാണക്കേട് ഒരു ചളുപ്പ് അതുകൊണ്ട് ഓർമ്മയില്ല എന്ന് പറയുന്നതാന്നൊക്കെ പറയുമ്പോൾ അപ്പം അതാണ് സംഭവം, ആൾക്കെല്ലാം ഓർമ്മയുണ്ട്, നാണക്കേട് കാരണമാണല്ലേ പറയാതിരിക്കുന്നതെന്നാണ് കേട്ടോ ഇവൾ ചിന്തിക്കുന്നത്. ഇവളാണെങ്കിലോ പിന്നീട് ഓഫീസിലേക്ക് വരുന്നതും പോകണേക്കാൾ മുന്നൊന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറയുന്ന സുജോങ് ആണെങ്കിൽ ഞാൻ നേരത്തെ ഡേറ്റിങ്ങിന് പോകണമെന്ന് പറഞ്ഞല്ലോ, സോ പോകണ്ടെന്ന് പറയാനായിരിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ എന്തിന്, ഞാനൊരു ബോസ് അല്ലേ, പേഴ്സണൽ ലൈഫിലൊന്നും എനിക്ക് കയറി ഇടപെടേണ്ടെന്ന് പറയുന്ന ഇവൻ്റെ ആ മറുപടി കേട്ടിട്ട് ഇവളങ്ങ് ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിലും ഞാൻ തന്നെ വിളിച്ചത് ആ ഗന്നത്തിൽ ആ ഒരു ഫുൾ കോൺട്രാക്റ്റ് നമുക്ക് കിട്ടി, ചീഫ് ലേഡി തന്നെ പറ്റിയിട്ട് പൊക്കിയിട്ടാണ് ചെയർവുമനോട് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ തനിക്ക് സാലറി ഇൻക്രീസ് ആയിട്ടുണ്ട്, അതുപോലെ ബോണസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ അതായത് ഇവളുടെ ഫേസിൽ വല്ല ഹാപ്പി ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ, എന്താ തനിക്ക്
സന്തോഷമായില്ല എന്ന് ചോദിക്കുമ്പോൾ ആഹാ സന്തോഷമായി എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുന്ന സുജോങ്ങിനെയാണ് കാണിക്കുന്നത്. ഇവളാണെങ്കിലോ പിന്നീട് വീട്ടിലെത്തുന്ന ടൈമിൽ ഇവൻ കൊടുത്ത ഒരു ടോയോടൊക്കെ ചൂടായിട്ട് സംസാരിക്കുന്നതും ഇവനൊരു ബുക്ക് ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ, എന്തിനാ ഈ ബുക്ക് എനിക്ക് തന്നിട്ടുള്ളത്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണത്രേ, മിസ്അണ്ടർസ്റ്റാൻഡിങ്. ശരി അങ്ങനെയാണെങ്കിൽ ഒരു സോറി പറഞ്ഞൂടെ എന്നൊക്കെ പറയുന്നു. ഇവളാണെങ്കിൽ ശരി ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് നേരെ ഇവൻ്റെ വീട്ടിലേക്ക് പോകുന്നതും ഇവനാണെങ്കിൽ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ തലേ ദിവസം കിസ് ചെയ്ത കാര്യമൊന്നും ഓർമ്മയില്ലേ, എന്താ താനതൊരു സേവനായിട്ടാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ അത് ഞാൻ മറക്കാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ തന്നെ ദേഷ്യപ്പെടേണ്ട കാര്യം എന്തിരിക്കുന്നു, അല്ല ഇപ്പോഴും താൻ അത് മറന്നില്ലേ, അപ്പോൾ താൻ ഇപ്പോഴും അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ, അതായത് താൻ ശരിക്കും അത് എൻജോയ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഇവൾ അങ്ങ് ഷോക്കാകുന്നതും ഇതൊക്കെ ഒരു ഡ്രീം ആയിരുന്നു കേട്ടോ, അതായത് ഇവൻ്റെ വീടിൻ്റെ അവിടെ എത്തുന്നുണ്ട് എന്ന ഇവനെ കണ്ടിട്ടില്ല, ഇതൊക്കെയായിരിക്കും മുൻകൂട്ടി സംഭവിക്കുക എന്നറിഞ്ഞ് ഇവൾ പോകാൻ നോക്കുമ്പോഴാണ് ജിയോങ് അങ്ങോട്ട് വരുന്നതും ഈ ടൈമിൽ താൻ എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ താൻ തന്ന ബുക്ക് വായിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് കുറച്ച് പൈസയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാ പൈസ എന്ന് ചോദിക്കുമ്പോൾ അല്ല ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ റെൻറ്റിന് തന്നതല്ലേ പൈസ തരേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ദേഷ്യം വരുന്ന ഇവനാണെങ്കിൽ താൻ എന്തൊക്കെ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ ഇതുപോലത്തെ ബുക്കിനെ ആർക്കും സജസ്റ്റ് ചെയ്യരുത്, വെറുതെ അല്ല തൻ്റെ ഫസ്റ്റ് ലവ് താൻ ഇട്ടേച്ചു പോയത്, ഇതുപോലെയൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തനിക്ക് ഒരിക്കലും പെണ്ണ് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൾ ചൂടാകുന്ന ടൈമിൽ ഇവനാണെങ്കിലും ഈ ക്യാഷ് ഇവൾക്ക് തിരിച്ചു കൊടുക്കുന്നതും ഒരാൾ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചിന്തിക്കാത്തത് എൻ്റെ കുഴപ്പമില്ല, കുറച്ചെങ്കിലും വിവരം വേണ്ടേ, പിന്നെ താൻ ഇങ്ങനെ പെരുമാറുകയാണെങ്കിൽ തന്നെ ആ ഫസ്റ്റ് ലവ് ഇട്ടേച്ചു പോയില്ലേ അതുപോലെ ഇനിയും ആളുകൾ ഇട്ടേച്ചു പോകുമെന്ന് പറഞ്ഞ് ഇവനും ദേഷ്യത്തിൽ സംസാരിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഇവൾക്ക് ശരിക്കും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പിന്നീട് ഇവളാണെങ്കിലും ജസ്റ്റ് ഒരു കിസ്സിൻ്റെ കാര്യമല്ലേ ഉള്ളൂ, അവൻ ഓർമ്മയില്ല, പിന്നെ ഞാൻ എന്തിനെ ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആകെ കൺഫ്യൂസ്ഡ് അടിക്കുന്ന സുജോങ്ങിനെയാണ് കാണിക്കുന്നത്. ഇവളാണെങ്കിലും പിന്നീട് ഹാജിനെ വിളിക്കുന്നതും ചേച്ചി നേരത്തെ ഡേറ്റിങ്ങിന് താല്പര്യമുണ്ടെന്ന് ചോദിച്ചില്ലേ, എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ ഹാജിനേക്കും അതുപോലെ ഇവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പേര് പറഞ്ഞ് കിംസിനൊപ്പം ഉണ്ടായിരിക്കും കേട്ടോ. ഇവനങ്ങ് സന്തോഷമാവുകയാണ്, നമ്മൾ വെറുതെ ഇവളെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തു, അവർ തമ്മിൽ അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ക്ലോസ് ഒന്നുമില്ല എന്ന് പറയുന്ന ടൈമിൽ ഇതറിഞ്ഞിരുന്നെങ്കിൽ വെറുതെ സുജോങ്ങിനോട് പോയിട്ട് ഇതൊക്കെ സംസാരിച്ചിട്ട് ഇവൾക്കിപ്പോൾ എന്നോട് ദേഷ്യമായി എന്നൊക്കെ കിംസിന് അവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ അല്ല ശരിക്കും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണോ താൻ എൻ്റെ ഷോപ്പിലേക്ക് വരുന്നത്, അല്ല കസ്റ്റമേഴ്സ് ഇല്ലാഞ്ഞിട്ടും ഇതുപോലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് ചോദിക്കുന്ന ഹാജിനയോട് ഇതൊക്കെ എൻ്റെ ഒരു സ്ട്രാറ്റജി അല്ലേ എന്ന് പറയുന്നതും സ്ട്രാറ്റജിയോ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ താൻ മറന്നുപോയോ ഞാൻ തന്നെ പ്രൊപ്പോസ് ചെയ്തിരുന്നു എന്ന് പറയുന്ന കിംസിനോട് അതിനുള്ള ഉത്തരവും ഞാൻ അന്ന് തന്നിരുന്നു, ഞാൻ തന്നെ റിജക്റ്റ് ചെയ്തിരുന്നു, പിന്നെ അന്നത്തെ നൈറ്റിലെ കാര്യമാണെങ്കിൽ അത് നമ്മൾ രണ്ടുപേരും എൻജോയ് ചെയ്തതാണ്, അതവിടെ കഴിഞ്ഞു, ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞതാണെന്നൊക്കെ പറയുമ്പോൾ ശരിയാണെന്നൊക്കെ കിംസിൻ പറയുന്നുണ്ടെങ്കിലും ഇവൻ ഹാപ്പി ആയിരിക്കില്ല. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ടൈമിലാണ് ഇവൻ്റെ എക്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നതും, അതായത് വീണ്ടും പാച്ചപ്പ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഇവർ സംസാരിക്കുമ്പോൾ നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, അതുപോലെ പെട്ടെന്നാണ് ബ്രേക്കപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്, അപ്പോഴും ഞാൻ കാര്യം ചോദിച്ചിട്ടില്ല, ഒരു പ്രാവശ്യം നോ എന്ന് പറഞ്ഞാൽ അത് നോ തന്നെയാണ്, ഇനി എൻ്റെ പിന്നാലെ വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുന്നതും ഹാജിനെയാണെങ്കിലും ഇൻസ്റ്റയിൽ എന്തോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് കാണുന്ന കിംസിനാണെങ്കിൽ ശരിയാ ഒരിക്കൽ നോ പറഞ്ഞാൽ അത് നോ തന്നെയായിരിക്കും എന്ന് സങ്കടത്തോടു കൂടി പറയുന്നതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ സുജോങ് ആണെങ്കിലും ഹാജിനെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റിങ്ങിന് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ലേറ്റ് ആയില്ലെന്ന് ചോദിക്കുമ്പോൾ ഈ പയ്യനാണെങ്കിൽ അത് നന്നായി, എനിക്ക് കുറച്ച് പ്രിപ്പയർഡ് ആകാൻ ടൈം കിട്ടിയെന്നൊക്കെ പറയുന്ന ഇവനാണെങ്കിൽ ഇവിടുത്തെ മെയിൻ ഡിഷസ് ഓർഡർ ചെയ്താലോ എന്ന് പറഞ്ഞ് ഫുഡൊക്കെ ഇവൾക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ ടൈമിൽ വീട്ടിലുള്ള ജുയോങ് ആണെങ്കിൽ കോമിക് ബുക്സ് വായിക്കുകയാണെന്നുണ്ടെങ്കിലും ഇവൻ്റെ ചിന്ത മൊത്തം സുജോങ്ങിൻ്റെ അടുത്തായിരിക്കും. ഇവള് ഡേറ്റിങ്ങിന് പോകുന്നുണ്ടെന്ന് ഇവൻ അറിഞ്ഞല്ലോ, അതിൻ്റെ ഒരു ടെൻഷൻ ഇവളൊത്തിട്ടുള്ള നിമിഷങ്ങളൊക്കെ ആലോചിക്കുന്ന ഇവനാണെങ്കിൽ തലേ ദിവസം അതായത് ഡ്രിങ്ക്സ് അടിച്ചതും അങ്ങനെ സംസാരിച്ചതൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോഴും കിസ്സിങ്ങിൻ്റെ കാര്യം ഇവന് ഓർമ്മ പോലും വരുന്നില്ല. പിന്നീട് ഇവനാണെങ്കിലും ഇവളുടെ ടീമുമായിട്ടൊരു മീറ്റിംഗ് വെക്കുന്ന ടൈമിൽ പ്രൊമോഷൻ്റെ കാര്യങ്ങൾ എന്തായെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഓക്കെ ആയിരുന്നു, അതായത് ഇവർ ഈ ഒരുമാതിരി ടൈപ്പ് ചെയ്യുന്നത് പോലെ സ്പീഡിലൊക്കെ സംസാരിക്കുന്നതും ഇത് ഇവരുടെ സ്റ്റാഫ്സ് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരി പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട്, അതായത് ബോസ് ഇറങ്ങുന്നതിന് മുന്നേ ഇവൾ ഇറങ്ങിയെന്ന് പറയണം, ഇവർ രണ്ടുപേരും സ്പീഡിൽ ഓപ്പോസിറ്റ് ഡോർ വഴി പോകുന്നതാണ് ഈ സ്റ്റാഫ്സ് ശ്രദ്ധിക്കുന്നത്, ഇവർക്കിത് എന്ത് പറ്റി എന്തോ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുന്നില്ല എന്ന് പറയുന്ന ഈ സ്റ്റാഫ്സിനെയാണ് കാണിക്കുന്നത്. പിന്നീട് ജുയോങ്ങും ചെയർവുമൺ വന്നിട്ടുണ്ടായിരിക്കും, ആളുമായിട്ട് തിരിച്ചു പോകുന്ന ടൈമിലാണ് സുജോങ്ങിൻ്റെ ആ ഒരു ഡേറ്റിംഗ് ബോയ് അങ്ങോട്ട് വരുന്നതും ഇവളെ വിളിക്കുന്ന ടൈമിൽ ജുയോങ്ങിന് കാര്യം കത്തുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ഇവളെ ഇങ്ങനെ നോക്കുന്നതും ഒന്നും പറയാൻ കഴിയില്ല, അപ്പം തന്നെ ചെയർവുമണിൻ്റെ കൂടെ പോകുന്നുണ്ട്. ഈ ബോയ് ആണെങ്കിലും നേരം വൈകുമെന്ന് പറഞ്ഞിട്ട് ഇത് നേരത്തെ ഇറങ്ങിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഡേറ്റിങ്ങിന് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ജുയോങ് ആണെങ്കിൽ ചെയർവുമണായിട്ട് ഒരു പരിപാടി നടക്കുന്നുണ്ട്, അവിടേക്കാണ് പോകുന്നത്, അതായത് കുറേ അവാർഡ്സ് ഒക്കെ നല്ല നല്ല കമ്പനീസിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജുയോങ് ആണെങ്കിലും ഈ പാരൻസ് നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികളെയൊക്കെ
ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് ഇവനും ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്ന മറ്റൊരു കമ്പനിയുടെ ഓണറാണെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് സൺ എന്തായാലും പൊളിയാണ്, എന്തായാലും നിങ്ങളുടെ പിൻഗാമിയാകാനുള്ള ആളല്ലേ, മോശമൊന്നും ആവത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഗ്രാൻഡ്മയാണെങ്കിൽ പിൻഗാമിയാകാൻ പോകുന്നതെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞാൻ ഇത്രയും കാലം ജീവിച്ചത് യൂസിങ് എന്ന് പറയുന്ന എൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. ആ കമ്പനിക്ക് ഒരു പിൻഗാമി അല്ലെങ്കിൽ ഒരു പിന്തുടർച്ചക്കാരൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, അതെൻ്റെ സ്വന്തം മകനാണെന്ന് പറയുന്ന ഈ ഒരു ഗ്രാൻഡ്മയാണെങ്കിലും ശരിയാ, ഇവൻ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് അവിടുത്തെ പിൻഗാമിയാകണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനിയൊക്കെ ഇവന് കിട്ടുമെന്നൊന്നും അർത്ഥമില്ല, അങ്ങനെ ഞാൻ തീരുമാനിച്ചിട്ടുമില്ല. പിന്നെ മീഡിയാസിൻ്റെ മുന്നിൽ ഇവൻ എൻ്റെ ഗ്രാൻഡ് സൺ ആണെന്ന് മാത്രമേ ഞാൻ പറയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഇടയിൽ കുറേ കുത്തിയിട്ടൊക്കെയാണ് ഈ ഗ്രാൻഡ്മ സംസാരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന പാവം ജുയോ അങ്ങനെ നല്ല വിഷമം വരുന്നുണ്ടെങ്കിലും ഇവനാണെങ്കിൽ അത് ഫേസിൽ കാണിക്കുന്നില്ല. ഈ ചോദിച്ച ആളുടെ മകനാണെങ്കിലും ഇതൊക്കെ അങ്ങ് ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ. ഈ ബോയ്ക്ക് ജുയോങ്ങിനെ അറിയാം. അതായത് നേരത്തെ ഒരു സീനിൽ ഇവരൊരു പാർട്ടിക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോയ് ആണ് കേട്ടോ. ഇവനാണെങ്കിലും പിന്നീട് ഒരാവശ്യമില്ലാതെ ഇവനെ ചൊറിയാൻ പോകുന്നുണ്ട് കേട്ടോ. അതായത് നിൻ്റെ അമ്മമ്മ മാറിയിട്ടൊന്നും ഇല്ലല്ലേ, ഇപ്പോഴും നീ ആളുടെ കാൽച്ചുവട്ടിലാണല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും ഒരാവശ്യമില്ല. ഇവനാണെങ്കിലും ദേഷ്യത്തിലൊരു ഡ്രിങ്ക്സ് എടുത്ത് ഇവൻ്റെ മേത്ത് അങ്ങ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നിൻ്റെ അച്ഛൻ നേരത്തെ എൻ്റെ ഗ്രാൻഡ്മയുടെ മുന്നിൽ തൊഴുതു നിന്നത് ഓർമ്മയില്ലേ, സോ അതാണ് നിങ്ങളുടെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടാണ് ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നത്. ഇതേ ടൈമിൽ സ്വിച്ചോങ് ആണെങ്കിൽ ഈ പയ്യനെയും കൊണ്ടിട്ട് യൂസിങ്ങിൻ്റെ തന്നെ ഒരു ഷോപ്പിംഗ് മാളിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു പുതിയ ക്ലോത്ത് ബ്രാൻഡിങ് തുടങ്ങിയിട്ടുണ്ട്, നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഇവള് ഈ ബിസിനസ്സിനെയൊക്കെ പറ്റി സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഈ പയ്യനാണെങ്കിൽ നമ്മൾ ശരിക്കും ഡേറ്റിങ്ങിന് തന്നെയല്ലേ വന്നേന്ന് അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവർ രണ്ടുപേരും ഒരു ഡിഷ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നതും ഇവനാണെങ്കിൽ അല്ല താൻ അത്യാവശ്യം സുന്ദരിയാണ്, എന്നിട്ട് ഇതുവരെ ഒരാളെ ഡേറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അല്ല തൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കുറച്ച് ഹൈ ഒക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ അല്ല അങ്ങനെ ചുമ്മാ ഒരു ഡേറ്റിങ് ചെയ്ത് നടക്കുക അതിനൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇവൾ സംസാരിക്കുമ്പോൾ ഇവനാണെങ്കിൽ കാര്യമായിട്ട് പറയാലോ, ഞാൻ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്ന സ്വപ്നം കണ്ട പെൺകുട്ടി താനാണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഇവളാണെങ്കിൽ കുറച്ച് ക്രിഞ്ചായി പോയില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആണോ ക്രിഞ്ചായി പോയോ എന്ന് പറയുന്ന ഇവനാണെങ്കിലും ഇവിടെ ഒരു പുതിയ ക്ലോത്ത് ബ്രാൻഡിങ് തുടങ്ങിയിട്ടുണ്ടെന്നല്ലേ താൻ പറഞ്ഞത്, എന്തായാലും ഇങ്ങോട്ട് വന്നു, സോ എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ഷോപ്പ് ചെയ്ത് തരൂ, എന്തായാലും താനിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താന്നൊക്കെ പറഞ്ഞ് ഇവർ ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് സീനിൽ കാണിക്കുന്നത് ജുയോങ് ആണെങ്കിൽ ആരും അറിയാതെ ഇവൻ്റെ ഇഷ്ടവിനോദമായിട്ടുള്ള കൺസേർട്ടിന് വേണ്ടി വന്നിരിക്കുകയായിരിക്കും. അവിടെ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ടൈമിൽ ഇവൻ അങ്ങനെ എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ. ഒരു പക്ഷേ ഇതെൻ്റെ ലാസ്റ്റത്തെ ഒരു കൺസേർട്ടായിരിക്കും, ഇനി എനിക്കിങ്ങോട്ട് വരാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന ഇവനാണെങ്കിൽ ആലോചിക്കുന്നത് ഇവളുടെ മുഖമായിരിക്കും കേട്ടോ. ഇതെന്തിനാ ഞാൻ ഇവളെ പറ്റി ആലോചിക്കുന്നതെന്ന് പറഞ്ഞ് പിന്നീട് വിഷമത്തിലാണ് ഇവൻ തിരിച്ചു പോകുന്നത്. ആ ടൈമിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇവനായിട്ട് കൂട്ടിയിടിക്കുന്നതും ഞാൻ അവനൊരു മാനായിട്ടൊന്നും കരുതിയിട്ടില്ല എന്ന് ഈ പെൺകുട്ടി സംസാരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഇവനൊന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് അന്ന് ഗ്രാൻഡ്മയുടെ വീട്ടിൽ വെച്ചിട്ട് ഇവനെ പറ്റി സുജോങ് സംസാരിച്ച കാര്യം ഇവന് ഓർമ്മ വരുന്നുണ്ട്. ഈ കാര്യം മാത്രമല്ല കേട്ടോ, ഇവർ രണ്ടുപേരും ഡ്രിങ്ക്സ് അടിച്ചതും അതുപോലെ നീ എന്താ ഒരു മാനായിട്ട് കരുതാത്തെന്ന് പറഞ്ഞ് ഇവൻ കിസ് ചെയ്ത കാര്യവും ഇവൻ ഓർമ്മ വരികയാണ്. ഇവൻ ശരിക്കും ഷോക്കാകുന്നുണ്ട്. ഇതേ ടൈമിൽ സുജോങ് ഈ പയ്യനാണെങ്കിൽ ഷോപ്പിംഗ് ചെയ്യുന്നതും ഈ പയ്യനാണെങ്കിൽ ഡ്രസ്സ് ട്രൈ ചെയ്യാൻ പോകുമ്പോൾ മറ്റൊരു ട്രയൽ റൂമിൽ ഓൾറെഡി എത്തിയിട്ടുള്ള ജുയോങ് ആണെങ്കിൽ ഇവളെ വലിച്ചുള്ളിലേക്ക് കയറ്റുന്നതും ഇവളാണെങ്കിൽ പെട്ടെന്ന് ഷോക്കാകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ പബ്ലിക്കിൽ ഇങ്ങനെ വരാൻ പാടില്ല എന്ന് അറിയില്ലെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം, പക്ഷേ എനിക്കൊരു കാര്യം പറയേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ എന്ത് കാര്യം എന്നിവൾ ചോദിക്കുന്നതും ഇവനാണെങ്കിൽ അത് പിന്നെ എനിക്ക് എല്ലാ കാര്യവും ഓർമ്മ വന്നു, അതെൻ്റെ ഫസ്റ്റ് കിസ്സായിരുന്നു എന്ന് പറയുന്നതും ഇത് കേട്ടിട്ട് ഇവൾ ആകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ. ഇവർ രണ്ടുപേരും ഇങ്ങനെ ക്ലോസ് ആയി നിൽക്കുന്ന ടൈമിലാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് വാതിലിൽ മുട്ടുന്നതും ആരാ ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുമ്പോൾ ഇവർ രണ്ടുപേരും അങ്ങ് ടെൻഷൻ അടിക്കുകയാണ്. ഇവരുടെ കിളി പോകുന്നുണ്ട്. എന്തായാലും ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.